മഞ്ചേരി എളങ്കൂർ പേലേപ്പുറത്തെ വിഷ്ണുജിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് പ്രബിൻ കസ്റ്റഡിയിലായിരിക്കുന്നു. ഭർതൃവീട്ടിൽ ആണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുജിയെ സൗന്ദര്യം കുറവ് എന്ന് പറഞ്ഞു, ജോലിയില്ല എന്ന് പറഞ്ഞു പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിന് കൂട്ടുനിന്നു എന്നും വിഷ്ണുജിയുടെ ബന്ധുക്കൾ പറയുകയാണ്. മഞ്ചേരി പോലീസ് ആണ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ മാനസികമായിട്ട് നല്ല പീഡിപ്പിക്കേണ്ട. അവള് കോഴിക്കോട് പഠിച്ചിരുന്നത്. അപ്പൊ അവളെ കൂട്ടുകാരികളൊക്കെ പിന്നെ പറഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞത്. പിന്നെ ചെറിയ ചെറിയ ന്യൂസൊക്കെ അറിയണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോ അവളോട് ചോദിച്ചു, അച്ഛത്തില് ഇടപെടണമെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ ഇടപെടണ്ട, മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട അത് പ്രശ്നമാണ്, അപ്പൊ അത് ഞാൻ തന്നെ പരിഹരിക്കും, എന്റെ ഏട്ടനെ ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരുന്നു അവള് പറഞ്ഞ. അവള് ഒരു മനക്കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഞാൻ അതിൽ ഇടപെട്ടില്ല. അപ്പൊ അവള് പറഞ്ഞു, ഇടപെടേണ്ട സമയം വരുമ്പോ ഞാൻ പറയണ്ട്, അപ്പൊ ഇടപെടാന്ന് പറഞ്ഞു. ഒരച്ഛന്റെ ദയനീയമായ വാക്കുകൾ ആണിത്. ആ പെൺകുട്ടി അച്ഛനോട് പറയുന്നു, ഇടപെടേണ്ടതില്ല, മൂന്നാമതൊരാൾ ഇടപെട്ടാൽ എന്നുള്ളത്. വിചിത്രമാണ് ആ വാക്ക്. സ്വന്തം അച്ഛൻ ഇടപെടുമ്പോൾ അതിനെ മൂന്നാമതൊരാളായി കണക്കാക്കുന്നു ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ കുടുംബം എന്നതാണ് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം വിഷ്ണുജിയെ മരണത്തിലേക്ക് നയിച്ചതും. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, അങ്ങേയറ്റത്തെ നാണക്കേട് എന്നേ പറയാനുള്ളൂ. കാരണം വിവാഹം കഴിച്ച ഭാര്യ, ആ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവ്, ജോലിയില്ല എന്ന് ഭർത്താവ് കുറ്റപ്പെടുത്തുന്ന അവസ്ഥ. അങ്ങനെ ഒരു ദുരവസ്ഥ നേരിടുമ്പോഴും ആ പെൺകുട്ടി പറയുന്നു ഇതിൽ സ്വന്തം കുടുംബം ഇടപെടേണ്ടതില്ല എന്ന്. അപ്പോൾ കഴിയുന്നത്ര ഇത് പരിഹരിച്ചു പോകണം എന്ന് വിഷ്ണുജ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. എന്തിനിങ്ങനെ ഒരു വിവാഹം കഴിച്ചു ഇയാൾ എന്ന സംശയമാണല്ലോ സ്വാഭാവികമായി നമുക്കെല്ലാം ഉണ്ടാകുന്നത്. എന്താണിപ്പോൾ പോലീസിന് പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്? അഭിലാഷ, വ്യാഴാഴ്ചയാണ് വിഷ്ണുജിയെ ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച കുട്ടി മരിച്ച കാര്യം പോലും വീട്ടുകാർ ഒരുപാട് വൈകിയാണ് അറിഞ്ഞതെന്നാണ് അവർ പറയുന്നത്. 2023 മെയ് മാസത്തിലായിരുന്നു ഈ കുട്ടിയുടെ വിവാഹം. അന്ന് മുതൽ ഇവർ തമ്മിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്നും വീട്ടുകാരെ ഇവർ അറിയിച്ചിരുന്നില്ല എന്നാണ് ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത്. കൂട്ടുകാരികളോട് പലതും പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞാണ് പലതും ഈ വീട്ടുകാർ തന്നെ അറിയുന്നത്. അപ്പോൾ അവരിടപെടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെ പരിഹരിച്ചോളൂ, എനിക്ക് ജോലി കിട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് ആ കുട്ടി ജീവിതത്തിൽ ശരിക്ക് ഒരുത്തപ്പെട്ട് പോരാടി ഒറ്റയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് കരുതാൻ. ഇത് പെട്ടെന്ന് ഇത്തരത്തിലൊരു ജീവൻ ത്യജിക്കാനുള്ള പെട്ടെന്നുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അവഹേളനം, മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും തന്നെ ജോലിയില്ലാത്ത ആളെന്ന് പറഞ്ഞും സൗന്ദര്യമില്ലാത്ത ആളെന്ന് പറഞ്ഞും അങ്ങനെയുള്ള പല തരത്തിലുള്ള അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും ഈ കുട്ടിക്ക് കുടുംബത്തിൽ നിന്ന് ഭർത്താവിൻ്റെ കുടുംബം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിന് ഭർത്താവിൻ്റെ കുടുംബം വീട്ടുകാരുടെ പിന്തുണ, ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ആ കുട്ടി മാനസികമായി തളർത്തിയിരിക്കാം. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ പോലും പ്രശ്നത്തിൽ മറ്റാരെ കുട്ടി ഇടപെടിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്താണെങ്കിലും ഇപ്പോൾ ഈ പ്രസ്താവമായിട്ടുള്ള പ്രബിൻ മഞ്ചേരി പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം മലപ്പുറം DYSP സംഘവും എത്തും. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ്. അത് എല്ലാ ആത്മഹത്യകളിലും അങ്ങനെ തന്നെയാണ് അസ്വാഭാവിക മരണമാണ് കേസെടുക്കുക. പ്രതിക്കെതിരെ, അതായത് ഭർത്താവിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പുകളായിരിക്കും ചുമത്തുക. ഇതിന് പുറമെ കുട്ടിയുടെ ഫോൺ, അതുപോലെ തന്നെ ഡയറി, അത്തരത്തിൽ എന്തെങ്കിലും ഈ പരിശോധിച്ച് ഇതിൽ ഈ കുട്ടി അനുഭവിച്ച മാനസിക പീഡനങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മരണം ഈ ഒരു ജനുവരിയിൽ 2 തവണയാണ് മലപ്പുറത്തുണ്ടായിട്ടുള്ളത്. ഒന്ന് നിറത്തിൻ്റെ പേരിൽ അവഹേളിച്ച കൊണ്ടോട്ടിയിലെ ഷഹാന മുന്താസ്, ഇപ്പോഴത്തെ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ്, ജോലിയില്ല എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കുടുംബം അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ജീവനൊടുക്കിയ വിഷ്ണുജ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ എല്ലാം
ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഏറെ ദുഃഖമുണ്ടാക്കുന്നത് തന്നെയാണ്. ഇന്നിപ്പോൾ മലപ്പുറം DYSP ഈ മഞ്ചേരി സ്റ്റേഷനിലെത്തിയിട്ട് ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാം പങ്കുവയ്ക്കുമെന്നാണ് നമുക്ക് അറിയാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളായിരിക്കും ഇതിൽ അനുമോദ. നിലവിലിപ്പോൾ ഈ ഭർത്താവ് പ്രബിനാണല്ലോ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഒപ്പം ഈ വിവാഹത്തിന്റെ ഭാഗമായി സ്ത്രീധനം കുറഞ്ഞു എന്നൊക്കെയുള്ള പേരിൽ ആരോപണങ്ങളും, അങ്ങനെ നിരവധിയായ പെൺകുട്ടികളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഈ പ്രബിന്റെ കുടുംബം പ്രബിന് ഒപ്പം നിന്നിരുന്നു എന്നാണോ? ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ, അതായത് മകനും മകളും തമ്മിലാണല്ലോ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നത്, അത് ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടപെടലും പ്രബിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായില്ല എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? നമ്മളത് ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഈ വിഷ്ണുജിയുടെ മരണത്തിന് ശേഷമാണ് സത്യത്തിൽ ഈ വിഷയം തന്നെ ഇത്രമാത്രം ഗുരുതരമായിരുന്നു എന്ന് വിഷ്ണുജിയുടെ കുടുംബത്തിന് മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ട് അവർ പറയുന്ന ഒരു വേർഷൻ മാത്രമാണ്, അവരുടെ ഭാഗം മാത്രമാണെന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രബിൻ്റെ കുടുംബത്തിനെതിരെ ഇപ്പോൾ അവർ പറയുന്നത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അവർ പറയുന്നത് പ്രബിൻ്റെ കുടുംബം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ പ്രബിനൊപ്പം നിന്നു, ഈ വിഷ്ണുജിയെ മാനസികമായിട്ട് തകർക്കുവാനും അതുപോലെ അധിക്ഷേപിക്കുവാനും ഇതിനുള്ള ആക്ഷേപം പ്രബിൻ്റെ കുടുംബം ചെയ്തിട്ടുണ്ട് എന്നാണ് വിഷ്ണുജിയുടെ കുടുംബം പറയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അവരുടെ വശം മാത്രമേ ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി മറുവശത്ത് പ്രബിനും പ്രബിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമാണ്. അവരുടെ മരണത്തെ അതിജീവിക്കുന്ന കുടുംബത്തിന് തന്നെയാണ് എപ്പോഴും നമ്മൾ വാർത്തകളിൽ ഒരു പ്രാധാന്യം കിട്ടുക. ഒപ്പം തന്നെ മറുവശത്ത് ഇനി പ്രബിനും കുടുംബത്തിനും ഈ പറയുന്ന കാര്യങ്ങളിൽ മറുപടി ഉണ്ടോ എന്നുകൂടി നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാക്കാം. യെസ്, എന്തായാലും വിഷ്ണുജിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആര് എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത് വിസ്മയ എന്ന ആ പെൺകുട്ടിയെയാണ്. അവളുടെ ചിരിക്കുന്ന മുഖം ഒരുപക്ഷെ മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന കിരൺ എന്ന ഭർത്താവ് തനിക്ക് ലഭിച്ച സ്ത്രീധനം കുറവായിപ്പോയി എന്നതിന്റെ പേരിൽ നിരന്തരം ആ പെൺകുട്ടിയെ വേട്ടയാടിയിരുന്നു. അതിനെ തുടർന്നാണ് അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇന്ന് കിരൺ അഴിക്കുള്ളിൽ ആണ്. വിഷ്ണുജിയുടെ മരണത്തിന് ഉത്തരവാദി പ്രബിൻ ആണ് എങ്കിൽ തീർച്ചയായും അതേ ശിക്ഷ തന്നെ പ്രബിനും ലഭിക്കേണ്ടതുണ്ട്. ഇടവേള.